ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് വന്നു. വണ്ടി കൊണ്ടുവതാടെ ഇറങ്ങിയിട്ടുണ്ട്. കൊൽക്കത്തയിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഓൾഡ് കൊൽക്കത്തയ്ക്ക് പോകാനുള്ള പ്ലാനാണ്. എൻ്റെ കൂടെ സ്മിതയുണ്ട്, ഷർഫലിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം നോക്കുകയാണ്. എന്നിട്ട് വേണം നേരെ പോവാൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്നാട്ടോ. ഇവിടെ ഫുള്ള് മൂർത്തികൾ, അതായത് ലോകത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മൂർത്തികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത്. ഒരു ഗല്ലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾ ഇവരുണ്ടാക്കി വെക്കുന്നത് ഒന്നും പറയല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ആദ്യം ഒരു സ്ട്രെച്ചറൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഉണ്ടോ അതിങ്ങനെ സ്ട്രെച്ചർ ഉണ്ടാക്കി അതിലിങ്ങനെ ചളി ഇങ്ങനെ പുരട്ടിയാണ് അത് രൂപത്തിലേക്ക് ആക്കുന്നത്. ഒക്കെ നോക്കി നിങ്ങൾ. ഇല്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്ഷൻ ആട്ടോ, പെർഫെക്ഷൻ്റെ അങ്ങേയറ്റാണ്. ഇത് ഓൾഡ് കൊൽക്കത്ത വരുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ അകത്തെ കംപ്ലീറ്റ് ഈ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്, ദൈവങ്ങളുടെ അങ്ങനത്തെ ആൾക്കാരുടെ ഒക്കെ. എന്നിട്ട് പുറത്തേക്ക് വരെ അയച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. എന്താ സെറ്റപ്പ്, ഒന്നും പറയാല്ല. നോക്കി നീ എക്സ്പ്രഷൻസൊക്കെ അതേപോലെ കിട്ടുന്നുണ്ടല്ലേ. നല്ല കഴിവുള്ള ആൾക്കാരാട്ടോ അല്ലേ, ഒന്നും പറയാല്ല കേട്ടോ. വേറെ മാരകം. ശരിക്കും അവളുണ്ടായിട്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ആദ്യം സ്റ്റിക്കും കാര്യങ്ങളും വെച്ചിട്ട് അതിന്മേൽ വൈക്കോലിങ്ങനെ ചുറ്റി കെട്ടി ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം പിന്നെയാണ് ചളി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കളിമണ്ണ് വെച്ചിട്ട് അതങ്ങോട്ട് സെറ്റാക്കുന്നത്. ചെറിയൊരു നടവഴിയാട്ടോ ഉള്ളത്. ആ നടവഴി കൂടെ നമ്മളിങ്ങനെ നടന്ന് രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ കാണണം. കുറേ ഇതൊക്കെ ഷീറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലായിടത്തും തന്നെ ഉണ്ടാക്കുന്നത്. ഇത് വേറെ തന്നെ ഒരു മൂഡ്. നോക്കി നിങ്ങൾ, ഇതൊക്കെ ഞാൻ ഷേപ്പിലേക്ക് ആയി വരും. അച്ഛാ, they are taking from Ganga. So, Muktis met, and then again after in our 10th day of Dasami, we'll merge this particular any idol of Ma Durga with all the his daughter and sons into Ganga, and they will pull down and pull back the structure and rebuild on it. Okay. So this mitti come from Ganga and go back to Ganga. Oh, so it's like a proper process. Yeah, I have a proper. Taking from Ganga and giving to Ganga back. I love that. This is so pretty. അതൊക്കെ ബാക്കിൽ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ പെയിൻറ്റിങ് വരെ കൊടുത്തിട്ട് എന്ത് അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കഴിവേന കേട്ടോ. There is some card or something, right? I have that. ഇതൊക്കെ നോക്കി നിങ്ങൾ, പെർഫെക്ഷൻ പറഞ്ഞതൊക്കെയാണ് അല്ലേ. എമ്മാതിരി പെർഫെക്ഷൻ ആട്ടോ. ഞാൻ ഇത്രയും പെർഫെക്ഷൻ്റെ സാധനം കണ്ടില്ല കേട്ടോ. ഒന്നും പറയാത്ത ലെവലിലാട്ടോ ഇവർ ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇതെന്താ മരോ? ഓക്കെ, നമ്മൾ ഓൾഡ് കൊൽക്കത്തയുടെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ സിറ്റി. പഴയ കുറേ ബിൽഡിങ്സുകൾ കാണുന്നുണ്ട്. ഒക്കെ നോക്കി നിങ്ങൾ, പഴയ ഒരു വീട് ഇവിടുത്തെ. ഇത് വൻ വീടാട്ടോ സംഗതി. ആള് താമസിക്കുന്നുണ്ട്, അടിഭാഗത്ത് താമസിക്കുന്നുണ്ട് അല്ലേ, മേൽഭാഗത്തില്ല. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ വീടുകളാണ് കേട്ടോ. ഒരു വെറൈറ്റി സ്ഥലം, ഒരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ. അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ സ്ട്രീറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. നോർമൽ ഇവിടത്തിൻ്റെ അകത്തുള്ള ഒരു സാധാരണ ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടുത്തെ കൊൽക്കത്തൻ്റെ മീൽ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. രസമാണ് അല്ലേ, നല്ല മീനും കൂട്ടിയാണ്ട് കൊൽക്കത്ത ഫുഡ് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ. മീനും കൂട്ടിയാണ്ട് ചോറ്, ദാൽ കറി, ഉരുളേങ്ങും വെണ്ടയ്ക്കും ഒരു തോരൻ, ഇത്
ഇതെന്താടാ കോവക്കല്ല, കോവക്കത്തിൻ്റെ ഒരു ഗ്രേവി, പിന്നെ മീൻ കേട്ടോ. സെറ്റാണ്. അപ്പം ഇനി കഴിക്കട്ടെ. ക്ഷമല്ല. സമയം 3 മണിയാട്ടോ. ഇപ്പം അങ്ങോട്ട് കാറ്റടിച്ച് ഇവിടെ മഴക്കാറങ്ങോട്ട് മൂടി ചാറ്റൽ മഴ അങ്ങോട്ട് തുടങ്ങി. എന്താ സുഖല്ലേ, സ്വർഗം കിട്ടിയ ഫീലാണ് ഞങ്ങൾക്ക്. ഒന്നും പറയല. ഓ ജമ്മേ, എൻജോയ് ചെയ്യാണ്. എൻജോയിങ് ഇട്ട്. ഓ ഒന്നും പറയല. അതിന്റെ ഇടക്കാണ് ഈ വിന്റേജ് സാധനങ്ങളും അല്ലേ. ഇപ്പതൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് ആസ്വദിക്കാൻ വരുന്നുണ്ട്. In 200 meters, turn right onto Sir Hari Ram Goenka Street. അതായത് നോക്കി നിങ്ങൾ 3 മണി സമയമാണത്. ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മള് കൊൽക്കത്തയിൽ നിന്ന് ഹൗറയിലേക്ക് കണക്ട് ചെയ്യുന്ന ഹൗറ ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗംഗാനദിന്റെ മേലെ കൂടെയുള്ള പാലം. ഒന്നും പറയാനല്ല, നല്ല മഴയാണ്. അതുകൊണ്ട് നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും കിട്ടൂല. ഒരു ചെറിയ മഴക്ക് മൊത്തം സിറ്റി വെള്ളത്തിലാട്ടോ. നോക്കി നിങ്ങള്, ഫുൾ വെള്ളത്തിലാ. നമ്മളെ ജീപ്പായോണ്ട് പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതൊന്നും പോകൂല. ആ ഫുൾ സീനാട്ടോ. ഫുൾ വെള്ളമാണ് റോഡില്. നോക്കി നിങ്ങള്, വൻ ഹെവി ആയിട്ട് റോഡിൽ മൊത്തം വെള്ളമാണ്. മൂടി കിടക്കാൻ വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു വെള്ളപ്പൊക്കമാണെങ്കിലും പറയാം. മുട്ടിന്റെ ഹൈറ്റിലൊക്കെ വെള്ളം. ഇതിപ്പോ കുറച്ച് വെള്ളം കുറവുള്ള സ്ഥലത്തൂടെ നമ്മൾ പോകുന്നത്. ഇനി മുന്നോട്ട് എന്താ അവസ്ഥ അറിയില്ല. നമ്മളെ അങ്ങനെ ഹൈവേയിലേക്ക് കയറി. ഹൈവേ കയറിയപ്പോ ഒരു രക്ഷയില്ലാത്ത സ്കൈ ആട്ടോ. അതിങ്ങനെ കണ്ട് പോവാണ്. അത് കണ്ടിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു 154 കിലോമീറ്റർ കൂടി പോവാനുണ്ട്. മൺകപ്പൽ ചാടിക്കാണ്. അടിപൊളി ചായ. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഡ്രൈവാട്ടോ. അതായത് മഴ പെയ്തുകൊണ്ട് നല്ല വെതറാണ്, ഓടിക്കാൻ പറ്റിയ റോഡാണെങ്കിൽ കാര്യമായിട്ട് നമുക്ക് ഒന്നും കാണാനല്ല. അതുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഓടിച്ചു പോകുന്നു. 2 ദിവസത്തെ ശേഷം ഇപ്പോഴായിട്ടൊന്ന് ഡ്രൈവ് എൻജോയ് ചെയ്യുന്നത്. വേറൊന്നല്ല, നല്ല തണുത്ത കാറ്റടിക്കുന്നത്. എന്ത് സുഖമാണ് എങ്ങനെ ഓടിക്കാന്. ഇതാട്ടോ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്ന മെയിൻ റോഡ്. ഈ റോഡില് നമുക്ക് കാര്യമായിട്ട് കാണാനൊന്നുമില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജസ് ഒക്കെ ഇതിൻ്റെ കുറേ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അത് മാത്രമല്ല, ഒഴിഞ്ഞ കുറേ സ്ഥലങ്ങളും നെൽപ്പാടങ്ങളും മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കുറേ നേരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കട്ടോ. 170-150 കിലോമീറ്ററിന് അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നു. അത് ഇനി വെറും 11 കിലോമീറ്റർ ബാക്കിയുള്ളൂ. കുറച്ച് കിലോമീറ്റർ മുമ്പ്, ഒരു 60 കിലോമീറ്റർ മുമ്പ് നമുക്ക് 2 വേ ആയി. അതായത് നമ്മളെ ഡൽഹിയിൽ നിന്നുള്ള റോഡ് മുതൽ ഡീവിയേഷൻ എടുത്ത് ഉള്ളോട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നു, ശാന്തിനികേതൻ്റെ. അപ്പം പോരുന്ന വഴിക്ക് തന്നെ കുറച്ച് ടാസ്കുള്ള റോഡുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അഡ്വഞ്ചറായിട്ട് വെള്ളം ഒരുപാട് സ്ഥലത്ത് കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ എടുത്ത് പോകുന്നു. കുഴപ്പമില്ലാതെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 2 ആളിവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അത് അടിപൊളിയാണ്. ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് 4-5 മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ അവസ്ഥ? ചന്തി പണി ഇരുന്നുണ്ടോ? ചെറുതായിട്ടില്ലേ, തലേനെ ഉപയോഗിച്ചാണെങ്കിൽ വെള്ളം. എന്നാലും ഇവന് സ്ലിം ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അഡ്ജസ്റ്റ് ഇങ്ങനെ പോവാം. നമ്മളെ ഇപ്പൊ വന്നിട്ടുള്ളത് ബോർപൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഈ ബോർപൂർ ഡിസ്ട്രിക്റ്റിലെ ഉള്ളൊരു സ്ഥലമാണ് ശാന്തിനികേതൻ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. എന്തായാലും നമുക്ക് സ്മിതനോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. ഓക്കെ, നമ്മളൊരു നമ്മളൊരു കാട്ടിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്മിതക്ക് ഈ സ്ഥലങ്ങൾ അറിയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇത് ശാന്തിനികേതൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ പേര് തന്നെ ഉണ്ട് ശാന്തി എന്നുള്ളത്. അതായത് ഇവിടെ കുറേ ആർട്ട് കോളേജും കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഇവിടെ. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് റെസ്റ്റോറൻറ്റ്? Ram Shyam Resort. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മട്ടൻ്റെ ഒരു കറിയും പറഞ്ഞു, അതേപോലെ ചിക്കൻ്റെ ഒരു കറിയും പറഞ്ഞു, 2 പായസം പറഞ്ഞിട്ടുണ്ട്, കൂടെ റൊട്ടി കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ്.
യെസ്, ടീ ഉണ്ട് കൂടെ. ഇപ്പം എന്താണ് നല്ല വിശപ്പുണ്ട്, കുറേ യാത്ര ചെയ്തല്ലേ, നമ്മളൊരു 150 കിലോമീറ്റർ കവർ ചെയ്തല്ലേ. ഇപ്പോൾ 9:30 ആയിട്ടോ സമയം. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ എത്തി. ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ചിക്കൻ കറി ആണത്. നമ്മളെ സാധാ കറി പോലെ ഫീൽ ചെയ്യുന്നില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. മട്ടനും കൊള്ളാട്ടോ, പക്ഷെ മട്ടൺ ഡിഫറെൻ്റ് ആയി ഫീൽ കിട്ടുന്നുണ്ട് ടേസ്റ്റിൽ. വിച്ച് പ്ലേസ്? യാ, ദ പ്ലേസ് where we had food. സ്മിത അങ്ങനെ ഒരു റൂം എടുക്കുക കേട്ടോ, ഐ മീൻ ഒരു റിസോർട്ടിൽ. നമ്മൾ 2 പേരും വണ്ടി തന്നെ കിടക്കാനുള്ള പ്ലാനാണ്. നമ്മളെ വണ്ടിയിൽ 2 പേർക്ക് മേലെ ടെൻ്റ് അടിച്ചാണെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കാം. പക്ഷേ എന്താ പറയുക, എന്നാൽ പോലും ഈ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് അതിനോട് കിടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കാർമേക്കാണ് മൂടി കിടക്കുക. എന്തായാലും നോക്കട്ടെ, അത് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. എടാ, നമ്മൾ നേരത്തെ റിസോർട്ടിനോട് പോയാലോ, അവിടെ കുറച്ച് മരങ്ങളൊക്കെ അല്ലേ, സെറ്റല്ലേ? ഇതന്നെ നമ്മളവിടെ ആക്കി പോകുന്നുട്ടോ. അവിടുത്തെ ടോയ്ലറ്റ് ഞാൻ യൂസ് ചെയ്ത്. പിന്നെന്താ പറയുക, സ്ഥലം തപ്പാണ് ഇനി. ഞങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ താഴെ റിസോർട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ അവിടെ വണ്ടി ഇട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വൈബ് കിട്ടൂല, ഐ മീൻ ഒരു കാറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല മര്യാദക്കെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു പുഴ ഉണ്ട്, ഒരു 2 കിലോമീറ്റർ മാറിയിട്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, ചെക്കൻ്റെ അവസാനത്തെ നൈറ്റാണെന്ന് അല്ലേ, വണ്ടിയിലുള്ള അവസാനത്തെ നൈറ്റാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുക, രാത്രി ഞാൻ റിസോർട്ടിൻ്റെ മുന്നിൽ കടന്ന് പാർക്കിംഗ് കടന്നിട്ടുള്ള വൈബ് വേണ്ടാന്ന് വിചാരിച്ച് നല്ലൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ നോക്കാം. ഇതാണ് ആ റിവർ കേട്ടോ. ഇത് കുറച്ച് കാണാൻ പറ്റുന്നില്ലേ. അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് റോഡുണ്ട്, നമുക്ക് പോയി നോക്കാം. സ്ഥലം കൊള്ളാട്ടോ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നാളെ രാവിലെ കാണിച്ചാണ് ഞാൻ ഈ സ്ഥലം എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ നിലാവിൽ കുറച്ച് കാണട്ടെ, എൻജോയ് ചെയ്യട്ടെ, എന്നിട്ട് കടന്നുറങ്ങണം പെട്ടെന്ന്. വണ്ടിയുടെ ഉള്ളിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് പുറത്ത്, അപ്പോൾ തോന്നുന്നില്ല മേലെ എടുക്കാൻ പറ്റുന്നു. മേലെ കിടക്കുകയാണെങ്കിലും ഹ്യൂമിഡിറ്റി കാരണം നമുക്ക് ടെൻ്റകത്ത് പ്രോപ്പറായിട്ട് അടച്ചിട്ട് കിടക്കാൻ പറ്റില്ല. ഏറ്റവും ബെറ്റർ ഉള്ളിലാണ്. ഉള്ളിൽ നമുക്ക് വിൻഡോസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ചെറിയ കാറ്റിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം.